മുഖ്യമന്ത്രി വി ഡി സതീശൻ തൻ്റെ ഉപദേഷ്ടാവായി രത്തൻ കെൽക്കറെ നിയമിക്കുകയുണ്ടായി. അതിനെതിരെ മുൻ കേന്ദ്രമന്ത്രിയും ഇപ്പോൾ നിയുക്ത MLA-യുമായ വി മുരളീധരൻ ശക്തമായി പ്രതിഷേധിക്കുകയുണ്ടായി, ആരോപണം ഉന്നയിക്കുകയുണ്ടായി. അതിന് മറുപടി ക്ലിയർ കട്ടായി കൊടുക്കുകയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിൻ്റെ അടിസ്ഥാനം? അദ്ദേഹം സംസ്ഥാന സർവീസിലുള്ള ആളാണ് അല്ലേ? ഓൾ ഇന്ത്യ സർവീസിലുള്ള സംസ്ഥാനത്തെ ഒരു ഉദ്യോഗസ്ഥനാണ്. എങ്ങനെയാണ് ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നത്? ഗവൺമെൻറ് കൊടുക്കുന്ന പാനൽ, സംസ്ഥാന ഗവൺമെൻറ് കൊടുക്കുന്ന പാനലിൽ നിന്നും ചീഫ് ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹത്തെ നിയമിക്കും. എന്തിനാണ്? ഇലക്ഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട്. ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി തീർന്നു. സാധാരണ എന്താ ചെയ്യുന്നത്? അതിനുശേഷം പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുവാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ശ്രീമതി നളിനി നെറ്റോ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു. അതിനുശേഷം എവിടേക്കാണ് പോയത്? ഹോമിലേക്ക് പോയി അല്ലേ? പിന്നെ ചീഫ് സെക്രട്ടറി ആയി, പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വന്നു. ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു. ഇതിപ്പോൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണെന്ന്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPM-ഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. എന്താ ഗുരുതരമായ ആരോപണം? വ്യാപകമായ തോതിൽ SIR-ൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഇപ്പോൾ പറയുന്ന BJP-ക്ക് ഉണ്ടായിരുന്നോ? CPM-ന് ഉണ്ടായിരുന്നോ? അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് ഗവൺമെന്റാണ്, അന്നത്തെ ഗവൺമെന്റാണ്. CPM നേതൃത്വം കൊടുത്ത ഗവൺമെന്റാണ് അദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത്. അതിലെന്താ അവിടുത്തെ ഇവിടെ ആകെ കംപ്ലൈന്റ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിൽ നിന്നാണ്. ചില പരാതികൾ അദ്ദേഹത്തിന്, അത് വ്യക്തിപരമായ പരാതിയല്ല, ഇലക്ഷന്റെ കാര്യത്തിലുള്ള ചില പരാതികൾ. അത് അദ്ദേഹം പൊളിറ്റിക്കൽ പാർട്ടികളുടെ എല്ലാം മീറ്റിംഗ് കൂടി അതെല്ലാം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴേക്കാൾ ഏറ്റവും കൂടുതൽ കത്ത് കൊടുത്തിരിക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാനായിരുന്നു അന്ന് കൊടുത്തിരുന്നത്. വല്ലാതെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹം ഇലക്ഷൻ മാനിപ്പുലേറ്റ് ചെയ്തെന്നോ, അദ്ദേഹമാണ് ഞങ്ങളെ ജയിപ്പിച്ചത്, UDF-ന് 102 സീറ്റ് മേടിച്ച് തന്നത് ഈ രത്തൻ കെൽക്കറാണ്. എന്തൊരു തമാശയാണ് കേരളത്തിൽ നടക്കുന്നത്, എന്തൊരു തമാശയാണ്. പിണറായി ഗവൺമെന്റ് പാനൽ കൊടുത്ത അതിൽ നിന്നാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഇദ്ദേഹത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ആക്കിയത്. പിണറായി ഗവൺമെന്റ് അദ്ദേഹത്തെ പാനലിൽ പെടുത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ച് UDF-ന് 102 സീറ്റ് മേടിച്ചു കൊടുക്കാനാണ്. ഇതിനേക്കാൾ വലിയ തമാശയുണ്ട് ഇതൊക്കെ ചർച്ച ചെയ്യുന്നത്. എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന, കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവായിട്ടുള്ള, ക്രിയേറ്റീവായിട്ടുള്ള, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യേ. ഞങ്ങളെ വിമർശിച്ചോ? എനിക്കിപ്പോഴും നിങ്ങൾ ആരെങ്കിലും ഒരു ചോദ്യം ചോദിക്കുക എന്നോട്, സംശയം, നിങ്ങളുടെ സംശയം ചോദിക്കും ഈ വിഷയത്തിൽ. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്, എന്താണെന്ന് ചോദിക്കും. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെ പലപ്പോഴായി ദേശീയതലത്തിൽ ആരോപണം ഉന്നയിക്കും. ആ പദവിയിൽ നീക്കം ചെയ്യാനുള്ള ശ്രമം ദേശീയതലത്തിൽ ഏകോപിക്കണം. അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥൻ തുടക്കത്തിൽ നമ്മൾ SIR കേരളത്തിൽ പരാതി ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ സർവീസ് ആരുടെ പരാതി ഉണ്ടായിരുന്നു? ആരുടെ പരാതി? ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരാതി. ഇവിടെ SIR-നെ കുറിച്ച് ഒരു കംപ്ലൈന്റ് വന്നിട്ടില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷം നമ്മളല്ലേ, BJP പ്രതിപക്ഷത്ത് ഇരുന്നിരുന്നതാണ്. അവരാരെങ്കിലും ഈ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ചോ അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊരു കംപ്ലൈന്റ് പറയുന്നുണ്ടോ? ഭരണകക്ഷി നിയമിച്ചാണ്, അന്നത്തെ ഭരണകക്ഷി പിണറായി സർക്കാരിന്റെ പ്രപ്പോസലാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ വെച്ചിട്ട് അദ്ദേഹത്തെ അംഗീകരിച്ച്. CPM അദ്ദേഹത്തെ കുറിച്ച് പരാതി പറയുന്നുണ്ടോ? പ്രതിപക്ഷമായ ഞങ്ങളല്ലേ പറയേണ്ടത്. ഞാനാണ് ഏറ്റവും കൂടുതൽ കത്തുകൾ അദ്ദേഹത്തെ അയച്ചത്. അതെല്ലാം അല്ലല്ല, വെയിറ്റ്, ഇത് പറയാം, ഇതല്ലേ ചോദ്യം. അപ്പൊ അതുകൊണ്ട് ഈ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഒരിടത്ത് അതേ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഓഫീസിൽ വെച്ചത്. അദ്ദേഹം നല്ല ട്രാക്ക് റെക്കോർഡുള്ള വിവിധ വകുപ്പുകൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അന്നത്തെ മുഖ്യമന്ത്രിയുടെ കീഴിൽ അല്ലേ, സെക്രട്ടറി IT ആയിട്ടുണ്ട്, സെക്രട്ടറി എൻവയോൺമെന്റ് ആയിട്ടുണ്ട്, സെക്രട്ടറി പ്ലാനിങ് ആൻഡ് എക്കണോമിക് അഫയേഴ്സ് ആയിട്ട് മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ വകുപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. സെക്രട്ടറി ടാക്സസ് ആയിട്ടും GST കമ്മീഷണറായിട്ടും അന്നത്തെ ധനകാര്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ആ എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? ഞാൻ ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്യല്ലേ. ടാക്സസ് കമ്മീഷണറും സെക്രട്ടറി ടാക്സസും ആയിരുന്നു അദ്ദേഹം. എന്താ ഈ പറയുന്നത്?
വേറെ ഇങ്ങനത്തെ തമാശകൾ ഞാൻ ഇതിന് ഈ അടുത്ത ജയിച്ചതിന് ശേഷം ആദ്യം കേൾക്കുന്ന തമാശയാണ്. ഭയങ്കര തമാശയാണ്, ഭയങ്കര ചർച്ച. എന്താണെന്നൊരു പിടിയിട്ടുണ്ട് ഇത്. അത് ഞാൻ ഇന്ന് നിങ്ങളോട് പറയണതിൽ എന്തോ ഒരു അനൗചിത്യമായിരിക്കും. ആ പ്രധാനമന്ത്രിയെ കാണാൻ പോണ കാര്യം ഞാൻ നിങ്ങളോട് ഇവിടെ പറഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചോദ്യം കേട്ടാ. ഇതിനെ സംബന്ധിച്ചുള്ള നഷ്ടപരിഹാരം, പരിസ്ഥിതിയിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അതിൽ അടങ്ങിയിരിക്കുന്ന ഈ കെമിക്കലുകൾ, ഇതൊന്നും നീക്കം ചെയ്യുന്നതിന് യാതൊരു നടപടിയും എടുത്തിട്ടില്ല. അഡ്മിറാൽറ്റി സൂട്ട് കൊടുത്തതിന് ശേഷം ഒരു എഫ്ഐആർ ഇട്ടത് തന്നെ വളരെ വൈകിയാണ്. പിന്നെ ഇപ്പോൾ കേരളത്തിന്റെ തെക്കൻ തീരങ്ങളിൽ ഈ പ്ലാസ്റ്റിക് പെല്ലറ്റുകളും ഇതിന്റെ ഈ ഓയിൽ കണ്ടന്റുകളും ഇപ്പൊ മൺസൂൺ തുടങ്ങിയപ്പോൾ അടിയൊഴുക്ക് വർദ്ധിച്ചപ്പോൾ അത് തീരത്തടിയും. അപ്പൊ എന്തെങ്കിലും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് നമ്മൾ തന്നെ ആരോപണവും ആക്ഷേപവും ഉന്നയിച്ചിട്ടുള്ള പ്രശ്നമാണ്. ഒരുപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്, നമ്മുടെ പാരിസ്ഥിതികമായിട്ട് ഒരുപാട് ആഘാതം നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെ തുടർന്ന് അന്നത്തെ ഗവൺമെൻറ് സ്വീകരിച്ച നടപടികൾ മുഴുവൻ ഉറപ്പായി പരിശോധിച്ച് വേണ്ടി വന്നാൽ അഡ്മിറാൽറ്റി സൂട്ട് അമെൻഡ് ചെയ്ത് ഇപ്പോൾ ഫയൽ ചെയ്തേക്കുന്ന അഡ്മിറാൽറ്റി സൂട്ട് അത് തന്നെ അന്നത്തെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ സമ്മർദ്ദം കൊണ്ടാണ് ഈ അഡ്മിറാൽറ്റി സൂട്ട് തന്നെ ഫയൽ ചെയ്ത് മടിയായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. അതൊന്നുകൂടി ഗൗരവമായി പരിശോധിച്ച് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പാരിസ്ഥിതിക ദുരന്തങ്ങൾ കൂടി അതിനകത്ത് ആ സൂട്ട് പരിശോധിച്ച സൂട്ടിലില്ലെങ്കിൽ ആ സൂട്ട് അനുമതിയോടുകൂടി കൺസേൺഡ് ആയിട്ടുള്ള അതോറിറ്റിയുടെ അനുമതിയോടുകൂടി അതുകൂടി അമെൻഡ് ചെയ്ത് വളരെ ഗൗരവത്തോടുകൂടി ആ വിഷയം കൈകാര്യം ചെയ്യും. ഞാൻ കാപ്പി ഇപ്പം കുടിച്ചല്ലോ. അവൻ ഇന്നലെ ഇവിടെ പോകണം. ഇതെല്ലാം ഭരണപരമായ തീരുമാനങ്ങളാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം എടുത്തിരിക്കുന്നത് കളക്ടർമാരുടെ ഡ്യൂ ഓഫീസർ എല്ലാം റെഡിയാവുന്നതല്ല. അപ്പോൾ ആ കളക്ടർമാരെ നിയമിക്കാൻ പറഞ്ഞു, സീനിയോറിറ്റി അനുസരിച്ചിട്ട് നിയമിക്കാൻ പറഞ്ഞു. ബാക്കിയുള്ള സ്ഥലത്ത് ഈ കളക്ടർ സ്ഥാനത്ത് മാറുന്ന ആളുകൾക്ക് പല സ്ഥലങ്ങളും കൊടുക്കും. ഉദ്യോഗസ്ഥന്മാരുടെ ഡിപ്ലോയ്മെന്റ് ആയിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പുകൾ വെച്ച് അതിനെ റാഷണലൈസ് ചെയ്യണം. ഓരോ മന്ത്രിമാർക്ക് ഇപ്പം 3-4 സെക്രട്ടറിമാരുണ്ട്. എന്റെ വകുപ്പുകൾ തന്നെ ഏകദേശം 8-9 സെക്രട്ടറിമാരുണ്ട്. അങ്ങനെ ഭരിക്കാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഈ വകുപ്പുകൾ റാഷണലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. വകുപ്പുകൾ റാഷണലൈസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ വകുപ്പെടുത്ത് ഓരോ മന്ത്രിമാരുടെയും വകുപ്പെടുത്തു കഴിഞ്ഞാൽ അറിയാം അവിടെ ചിലപ്പോൾ 3-4 സെക്രട്ടറിമാരാണ്. 3 ഉദ്യോഗസ്ഥന്മാരുടെ ക്ഷാമമുണ്ട് കേരളത്തിൽ. വാർത്തകളും വിശേഷങ്ങളുടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വാർത്തയുമായി നമുക്ക് വേഗം കണ്ടുമുട്ടേണ്ടതുണ്ട്. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.